എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തു വന്ന 3 ക്രിക്കറ്റ് അപ്ഡേറ്റ്സുകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ സൂപ്പർ താരവുമായി ബന്ധപ്പെട്ടതാണ്. IPL 2024 ലേലത്തിൽ ആരും വാങ്ങാത്തതിന് പിന്നാലെ കൗണ്ടി ചാമ്പ്യൻഷിപ്പിനായി നോർത്താംപ്ടൺഷെയറിലേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങി ഇന്ത്യൻ ബാറ്റർ കരുൺ നായർ. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ 7 കൗണ്ടി ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്കായി 32-കാരനായ അദ്ദേഹം നോർത്താംപ്ടൺഷെയറിൽ ചേരും. കഴിഞ്ഞ കൗണ്ടി സീസൺ കരുൺ നായർക്ക് മികച്ചതായിരുന്നു. തന്റെ 3 ഇന്നിംഗ്സുകളിൽ നിന്ന് 78, 150, 21 എന്നിങ്ങനെ സ്കോർ ചെയ്തു. കൗണ്ടി ചാമ്പ്യൻഷിപ്പിന്റെ തുടർച്ചയായ 2ാം സീസണിലും നായരെ ഉൾപ്പെടുത്തിയതിൽ നോർത്താൻസ് മുഖ്യ പരിശീലകൻ ജോൺ സാഡ്ലർ സന്തോഷം പ്രകടിപ്പിച്ചു. നേരത്തെ താരത്തിന്റെ IPL സാധ്യത കാരണം ഡിസംബർ വരെ കൗണ്ടി ചാമ്പ്യൻഷിപ്പിന് നായരുടെ ലഭ്യതയെക്കുറിച്ച് സംശയമുണ്ടായിരുന്നു. എന്നിരുന്നാലും ദുബായിൽ നടന്ന മിനി ലേലത്തിൽ അദ്ദേഹം വിൽക്കപ്പെടാതെ പോയി. കൗണ്ടി സീസണിൽ നോർത്താംപ്ടൺഷെയറിനായി ആദ്യ 7 മത്സരങ്ങൾ താരം കളിക്കും. അടുത്ത അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. 2023 ICCയുടെ മികച്ച ഏകദിന താരത്തിനുള്ള പുരസ്കാരം ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലിക്കാണ്. ഇത് 4ാം തവണയാണ് കോഹ്ലി മികച്ച ഏകദിന താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിനു മുമ്പ് 2012, 2017, 2018 എന്നീ വർഷങ്ങളിലും കോഹ്ലി പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പിലെ കോഹ്ലിയുടെ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിന് ഈ അംഗീകാരം നേടിക്കൊടുത്തത്. വർഷത്തിലുടനീളം മുൻ ഇന്ത്യൻ നായകൻ ഏകദിനത്തിൽ ആകെ 1377 റൺസ് നേടി തന്റെ ശ്രദ്ധേയമായ ബാറ്റിംഗ് കഴിവ് പ്രദർശിപ്പിച്ചു. 6 സെഞ്ചുറികളും 8 അർദ്ധസെഞ്ചുറികളും ഉൾപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നേട്ടം. അവസാനത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മികച്ച ടീമുകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ്. 5 കിരീടങ്ങളാണ് ടീം ഇതുവരെ നേടിയിട്ടുള്ളത്. ഈ 5 കിരീടങ്ങളും നേടിയത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ തന്നെയായിരുന്നു. എന്നാൽ രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മുംബൈ പിന്മാറ്റിയത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. ഗുജറാത്ത് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ ടീമിൽ എത്തിച്ച ശേഷമായിരുന്നു രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ ക്യാപ്റ്റൻ ആയി ടീം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ഹാർദിക്കിന്റെ പരിക്ക് കാരണം താരത്തിന് IPLലെ പകുതിയോളം വരുന്ന മത്സരങ്ങൾ നഷ്ടപ്പെട്ടേക്കാമെന്നാണ് റിപ്പോർട്ട്. ഹാർദിക്കിന്റെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയായിരിക്കും മുംബൈ ഇന്ത്യൻസിന്റെ പുതിയ ക്യാപ്റ്റൻ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തന്നെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയതിന് പിന്നാലെ ഇനി ക്യാപ്റ്റൻസി ഏറ്റെടുക്കില്ലെന്ന് രോഹിത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ബുംറയായിരിക്കും മുംബൈ ഇന്ത്യൻസിനെ നയിക്കുക. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.